ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ എല്ലാവരും ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഈസി ആയിട്ട് എപ്പോഴും ചോദിക്കണ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് പഠിച്ചു തീർക്കാം അല്ലേ. സോ നമ്മൾ ആദ്യം പറയുന്നത് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിന് എപ്പോഴും ചോദിക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ ആ 3 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് അങ്ങ് പഠിക്കാം അല്ലേ. റെഡി അല്ലേ നിങ്ങൾ? അപ്പോൾ നമ്മൾ ആദ്യം ഇത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏർലി ഹ്യൂമൻ ലൈഫ് അല്ലെങ്കിൽ ആദ്യകാല മനുഷ്യ ജീവിതം, അല്ലെങ്കിൽ ഏർലി ഹ്യൂമൻ ലൈഫിനെ നമ്മൾ വിളിച്ച പേര് സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗം എന്നാണ്. എന്ന് വെച്ചാൽ കല്ല് ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗം എന്ന് വിളിച്ചത്. ഈ സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗത്തെ നമ്മൾ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. പാലിയോലിത്തിക് പ്രാചീന ശിലായുഗം, മെസോലിത്തിക് ഏജ് മധ്യശിലായുഗം ആൻഡ് നിയോലിത്തിക് ഏജ് നവീന ശിലായുഗം. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. നമുക്കിനി എന്ത് ചെയ്യാം, ആദ്യം പാലിയോലിത്തിക് ഏജിൽ നിന്നും നമ്മളോട് ചോദിക്കുന്ന ആ പ്രധാനപ്പെട്ട ചോദ്യം നോക്കാം. There are several pieces of evidence for the technological advancement in Paleolithic men. അല്ലെങ്കിൽ പ്രാചീന ശിലായുഗത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പുതിയ പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് സാങ്കേതിക മേഖലയിൽ. എന്തൊക്കെ മേഖലയിലാണ് അല്ലെ മനുഷ്യന്മാർ പുരോഗതി കൈവരിച്ചതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, സ്റ്റോൺ സ്റ്റാച്യൂസ് വേർ മെയ്ഡ്, കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു, ഒന്നാമത്തെ പോയിന്റ്. 2, പിക്ചേഴ്സ് വേർ ഡ്രോൺ ഓൺ ദ ബോൺസ് ആൻഡ് ദ ഹോൺസ് ഓഫ് ദി ആനിമൽ ഓൺ കേവ്സ് ആൻഡ് റോക്സ്. മനുഷ്യന്മാർ എന്ത് ചെയ്തു, മൃഗങ്ങളെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും എന്ത് ചെയ്തു, ചിത്രം വരച്ചു വെച്ചു. 3, ഹ്യൂമൻ ഫിഗേഴ്സ് വേർ മോൾഡഡ് ഫ്രം ക്ലേ, കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. 3 പോയിന്റ് ആണ് പഠിച്ചത്. ആദ്യം പഠിച്ച പോയിന്റ് എന്താണ്, സ്റ്റോൺ സ്റ്റാച്യൂസ്, കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു, ഗുഹകളിൽ പാറകളുടെ മുകളിലൊക്കെ ചിത്രങ്ങൾ വരച്ചു. ആൻഡ് എന്ത് ചെയ്തു, കളിമണ്ണ് കൊണ്ട് അവർ എന്തുണ്ടാക്കി, മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. ഓർണമെന്റ്സ് ഓഫ് ഐവറി, ബോൺ, സ്റ്റോൺസ് ആൻഡ് ഷെൽസ് വേർ മെയ്ഡ്, ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ എന്ത് ചെയ്തു, നിർമ്മിച്ചു എന്നും നമ്മൾ ഓർത്തു വെക്കണം. ആൻഡ് അടുത്തെന്താണ് നോക്കിയാൽ നിങ്ങൾ, വെസൽസ് വേർ വൂവൻ ഔട്ട് ഓഫ് ബാർക്ക് ഫയർ, മരനാര് കൊണ്ട് അല്ലേ, എന്താണ് ബാർക്ക് ഫൈബർ അല്ലേ, മരനാര് കൊണ്ട് അവരെന്തുണ്ടാക്കി, പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞത് ഈ എല്ലുകൊണ്ടും കല്ലുകൊണ്ടൊക്കെ എങ്ങനെയാണ് അവർ ആഭരണം ഉണ്ടാക്കുക, ചെറിയ കല്ലുകളൊക്കെ ഉപയോഗിച്ച് മാല, കമ്മൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. വലിയ ആനക്കൊമ്പൊക്കെ ഉണ്ടായതുകൊണ്ട് വളകളൊക്കെ അവരുണ്ടാക്കിയിരുന്നു എന്ന് പറയുന്നു. പലതരം ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് വേർ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്, എല്ലുകൊണ്ട് സുഷിരവാദ്യങ്ങൾ, നമ്മൾ പറയല്ലോ ഓടക്കുയിൽ എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഹോൾസ് ഉള്ള എന്താണ് സുഷിരവാദ്യങ്ങളിലെ ഫ്ലൂട്ടിനെ പോലുള്ള എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, ചെറിയ അവർ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കി. അത് കഴിഞ്ഞു. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഐഡന്റിഫൈ ദ പ്രോഗ്രസ് ഇൻ ദ ഹ്യൂമൻ ലൈഫ് ഡ്യൂറിങ് ദ മെസോലിത്തിക് ഏജ്. മധ്യശിലായുഗത്തിൽ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യന്മാരുടെ ജീവിതത്തിൽ അത്രയേറെ മാറ്റം ഉണ്ടായ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളിലേക്ക് കാരണമായ കുറെ ചേഞ്ചുകൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ മെസോലിത്തിക് ഏജിൽ ഉണ്ടായത്? ബിഗാൻ സെറ്റിൽഡ് ലൈഫ്, ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. വാസ് ഏബിൾ ടു ഹണ്ട് ആനിമൽസ് ഫ്രം അഫാർ, അല്ലെ, ദൂരെ നിന്നുള്ള മൃഗങ്ങളെയും വേട്ടയാടാൻ സാധിച്ചു. സെറ്റ്. 3, ബോസ് ആൻഡ് ആരോസ് വേർ യൂസ്ഡ്, വേട്ടയ്ക്ക് വേണ്ടിയിട്ട്, ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, അമ്പും വില്ലും ഉപയോഗിച്ചു. അതും നമ്മൾ പഠിച്ചു. അടുത്തതോ, ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്, അല്ലെ, എന്ത് ചെയ്തു എന്നാ പറയുന്നത്, നായയെ ഇണക്കി വളർത്താൻ തുടങ്ങി. ബിഗാൻ ടു എക്സ്ചേഞ്ച് ഫുഡ്, ടൂൾസ് ആൻഡ് ഓർണമെന്റ്സ് എക്സെട്ര, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറാൻ തുടങ്ങിയ, ആൾക്കാർ തമ്മിൽ പരസ്പരം കൈമാറ്റം, എക്സ്ചേഞ്ച് തുടങ്ങിയ കാലമാണ്. ലോക്സ് were tied together and used for navigation, മരത്തടികൾ കൂട്ടിക്കെട്ടി ജലത്തിലെ യാത്രക്ക് ചങ്ങാടങ്ങൾ ഉണ്ടാക്കിയിട്ട് ജലയാത്രയ്ക്ക് വേണ്ടിയും അവർ ഉപയോഗിച്ചു. അപ്പൊ മെസോലിത്തിക് മധ്യശിലായുഗത്തെ കുറിച്ചും പഠിച്ചു. റൈറ്റ് ഡൗൺ ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻ നിയോലിത്തിക് ഏജ്, നവീന ശിലായുഗത്തിലെ സാങ്കേതിക പുരോഗതികൾ എന്തൊക്കെയാണ്? ഇനി നിയോലിത്തിക, മനുഷ്യന്മാരുടെ ലൈഫിൽ ഏറ്റവും റാഡിക്കൽ ആയിട്ടുള്ള മാറ്റം ഉണ്ടായ ഒരു കാലഘട്ടം, വലിയ മാറ്റം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിലുണ്ടായ മാറ്റത്തെ നിയോലിത്തിക് റെവല്യൂഷൻ അഥവാ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിളിച്ചത് ഗോർഡൻ ചൈൽഡ്. മാറ്റങ്ങൾ 1, ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വേർ യൂസ്ഡ്, മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു, ഒന്നാമത്തെ പോയിന്റ്. വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് വേർ യൂസ്ഡ്, തടിയുടെ പിടിയിട്ട കൽക്കോടാലികൾ, കല്ലുകൊണ്ടുള്ള അരിവാളുകൾ ഉപയോഗിച്ചു. മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ, അല്ലേ, എന്ത് ചെയ്തു എന്നാ പറയുന്നത്, കളിമണ്ണ് കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കി. വുഡൻ വീൽസ് വേർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്ടറി, മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു. ആൻഡ് റാഫ്റ്റ് വേർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, ജലഗതാഗതത്തിന് വേണ്ടി അവരെന്ത് ചെയ്തു, ചങ്ങാടങ്ങൾ ഉണ്ടാക്കി. ആൻഡ് ഓർണമെന്റ്സ് വേർ മെയ്ഡ് ഓഫ് സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ, കല്ല്, തടി, എല്ല് കൊണ്ട് അവർ ആഭരണങ്ങൾ, പലതരം ഓർണമെന്റ്സ് ഉണ്ടാക്കി.
പ്ലോഷെയർ ആൻഡ് സ്പേഡ് വേർ മെയ്ഡ് ഓഫ് വുഡ്, അല്ലെ, തടി കൊണ്ടുള്ള കലപ്പ, തൂമ്പയൊക്കെ നിർമ്മിച്ചു. ആൻഡ് ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹൂക്സ് വേർ യൂസ്ഡ് ഫോർ ഫിഷിംഗ്, ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു. ആൻഡ് ക്ലോത്ത് വുവൺ ഔട്ട് ഓഫ് ജൂട്ട് ഫൈബർ വെർ സ്വിൻസ് യൂസിങ് നീഡിൽസ് ഫാഷൻ ഫ്രം ബോൺസ്, എല്ലുകൊണ്ട് നിർമ്മിച്ച, സൂചി കൊണ്ട് ഉപയോഗിച്ച ചണനാരുകൾ, അല്ലെ, ചെറിയ എല്ലുകൾ ഉപയോഗിച്ച് അവരെന്താക്കും, സൂചികൾ ഉണ്ടാക്കും, എന്നിട്ട് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയും അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ പഠിച്ചാൽ എന്തായാലും ഒരു 2 ചോദ്യമെങ്കിലും നിങ്ങളോട് എപ്പോഴും എക്സാമിന് ചോദിക്കും. ഇത് പഠിക്കാതെ നിങ്ങൾ ഒന്നിനും പോകരുത്. സോ നമുക്ക് വീണ്ടും കാണാം. ബൈ.